ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ടീസർ എന്നാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമേ ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ ഈ മിഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് അക്കൗണ്ട് ഇച്ചിരി ടോപ്പായിട്ട് നിൽക്കട്ടെ എന്ന് വെച്ച് കുറച്ച് അല്ലറ ചില്ലറ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി വീഡിയോ ആണ്. ലെങ്തി വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് സൺഡേ ആണ്. സൺഡേ ഒരു ഞങ്ങൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. എൻ്റെ അളിയെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 2 വീലർ വർക്ക്ഷോപ്പാണ്. അന്നേരം അതിൻ്റെ ഒരു ലെങ്തി വീഡിയോ ആണ്. അതിൻ്റെ ഇനാഗ്രേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്നേരം നമുക്ക് അതിനകത്തോട്ട് പോകാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഈ സൈഡിലാണെന്നതും ഈ സൈഡിലാണെന്നതും ഒരു ഷോപ്പുള്ളത്. ഇത് നടുക്ക് വേറൊരു കടയാണ്. ഇത് ലോട്ടറി കട. ഈ രണ്ട് കടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. സാവ് ഡിപ്ലോമ ഓട്ടോമൊബൈൽസ് എന്നാണ് വർക്ക്ഷോപ്പിൻ്റെ പേര്. സാവ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അനാമിക വൈഷ്ണവി എന്നാണ്. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ ഷീല. അന്നേരം അളിയൻ്റെ അമ്മയുടെ പേരും പിന്നെ കൊച്ചിൻ്റെ പേരും പിന്നെ എൻ്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ അളിയൻ്റെ വൈഫിൻ്റെ പേരും എന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളുടെ പേരും സാവ് ഓട്ടോമൊബൈൽസ് എന്ന് വന്നേക്കുന്നത്. 2 വീലറിൻ്റെ വർക്ക്ഷോപ്പാണ്. നമ്മൾ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വിളക്കത്തിപ്പും ആ ഒരു ചടങ്ങിലോട്ടുള്ള പരിപാടിയൊക്കെ നിന്ന് പോകുന്നത്. അന്നേരം ഒരു 10 മണിക്ക് ശേഷമാണ് ഈ പരിപാടി. വിളക്കും കത്തിപ്പും ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഞ്ചാലുംമുട്ടിയിൽ നിന്ന് നേരെ കുണ്ടയിലോട്ട് പോകുന്ന വഴിയത്. ഇത് വന്നിട്ട് അതായത് മാമൻ്റെ കടയെന്ന് പറയാം. ഇവിടെ ഒരു 2 കടയുണ്ട് മാമൻ്റെ കട. ഇവിടെ ഒരു കടയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ആദ്യം തുടങ്ങിയ കട. ഈ ആദ്യം തുടങ്ങിയ കടയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കട വന്നേക്കുന്നത്, ഷോപ്പ് വന്നേക്കുന്നത്. അഞ്ചാലുംമുട്ടിയിൽ നിന്ന് ത്രൂ കുണ്ടയിലോട്ട് പോകുന്ന വഴിയത്. അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം, ഷോപ്പിലോട്ട് പോവാം. ഇതാണ് അളിയന്റെ ഷോപ്പാണിത്. കൂടെ ഇത് ടെക്നീഷ്യൻ. പിന്നെ സാവിലെ എസ്. ഇതാണ് സാവിൻ്റെ എസ്. സാവിൻ്റെ എ ആരാന്ന് കാണിച്ചു തരാം. ഏതാ ഈ നിൽക്കുന്ന ആളാണ് എ. സാവിലെ അനാമിക. സാവിലെ ബി വൈഷ്ണവി. എല്ലാരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അകത്തുനിന്ന് കാണുന്ന വ്യൂ ഇതാണ്. വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ കയറുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. കൈ കൊളുത്താൻ പോവുകയാണ്. ഇനി ബാക്കി നിങ്ങളങ്ങോട്ട്
താണ്ട തിരിയിട്ട് വെച്ചേക്കുന്നു. പൂവന്തിയൊക്കെ കാര്യം കൈ ഒരെണ്ണോട് തിരി പറ്റിക്കാനുണ്ട്. അതിനകത്ത് ഒരു തിരിയും കൂടെ ഉണ്ട് കത്തിക്കാൻ. നീ കത്തിരി നീ കൂടെ ഇല്ലടാ നീ കൂടെ കത്തിയതാ. അങ്ങനെ നമ്മുടെ മെയിനായിട്ട് എത്തിയിട്ടുണ്ട്, ലഡ്ഡു എത്തിയിട്ടുണ്ട്. അങ്ങനെ അളിയനെ എല്ലാവർക്കും ലഡ്ഡു വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലഡ്ഡു വിതരണം ചെയ്തപ്പം പിന്നെ അളിയൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ നമുക്കൊരു ലഡ്ഡു കിട്ടിയിട്ടുണ്ട്. അച്ഛൻ അങ്ങോട്ട് കൊടുക്കണം, അച്ഛൻ ഇങ്ങോട്ട് കൊടുക്കണം, മോൻ്റെ കൊടുക്കണം ദക്ഷിണ. അച്ഛൻ്റെ വേടിയിട്ട് ദക്ഷിണ വേടിയില്ലോ. വാ അച്ഛനെ വിളി. നില്ല് 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 നില്ല്, ആദ്യം അച്ഛൻ്റെ വേടിയിരുന്നു. അവിടെ നില്ലേ, അവിടെ നില്ലേ. കൊടുത്തോ? നീ വലിയ വെച്ച് കൊടുക്കട്ടെ. ആകാം നേരെ നില്ല്. ശരിയായിട്ട് ഓയില് ട്രെയിൻ ചെയ്യാൻ പോവാണ് ആദ്യത്തെ വണ്ടി.
വിശാൽ വന്നില്ല. വിശാൽ വന്നില്ല. ആ അവിടെ ഇതങ്ങ് ഇട്ട് നികത്താണോ? ഇനിയിപ്പോൾ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നതാണ് പെട്രോൾ കാരിയർ ആയത് സംഭവം. എന്ന് വെച്ചാൽ വണ്ടി ഒട്ടും എണ്ണയില്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് എണ്ണ സെറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് കാർബറേറ്ററിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന സംഭവമാണത്. പിന്നെ അത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ ഈ കാണുന്ന ടൂൾസൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഗിയറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രാങ്ക് കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ടൂൾസാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അതിനകത്ത് ലിവറും കാണാം. അത് കൂടുതൽ ടോർക്കുള്ള ഞട്ടുകളും കാര്യങ്ങളൊക്കെ ഇത്രയും നീളത്തിലുള്ള ടോർക്ക് കൊടുക്കണം അഴിക്കാൻ വേണ്ടി. അന്നേരം അതിനുള്ള ഒരു ലിവറേജാണ് ആ കാണുന്നത്. അടുത്തത് കുറച്ച് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. അത് ഏറ്റവും 7 തൊട്ട് 6 തൊട്ട് ഒരു 12 22 സംതിങ് ഉണ്ട് ആ ടൂള് വരുന്നത്. ഏകദേശം അത് നല്ല ക്വാളിറ്റിയുള്ള ടൂൾസാണ്. ഇതെല്ലാം അവിടെയും കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത് ടൂൾസും കാര്യങ്ങളൊക്കെ. ഈ ടൂൾസിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ലാസ്റ്റ് റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ അത് ഗ്രീസ്, പിന്നെ എന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വലിയ വലിയ സ്റ്റാറും മൈനസും ആയിട്ടുള്ള സ്ക്രൂകളാണ്. അതിന് നല്ല ഇമ്പാക്റ്റായിട്ട് നല്ല രീതിയിൽ ടോർക്ക് കൊടുത്ത് അഴിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ടൂളാണത്. ആളിത്ര ചെറുതാണെങ്കിലും സ്ക്രൂകൾ നല്ല രീതിയിലുള്ള പ്രഷർ കൊടുത്ത് ലോക്ക് ചെയ്ത് അഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൂളാണത്. അതാണ്ട് ഈ ടൂളെടുത്ത് കാണിച്ചു തരാം. ഇത് എടുത്തിട്ട് ഇത് ലെഫ്റ്റും റൈറ്റും എന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ട്. വേണ്ട, ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റിലോട്ട് തിരിച്ചാലും ലോക്ക് ചെയ്യാം, റൈറ്റിലോട്ട് തിരിച്ചാലും ലോക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യുകയും ചെയ്യാം, ലൂസാക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടി അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റമാണത് അതിനകത്തുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ മൈനസും ഉണ്ട് സ്റ്റാറും ഉണ്ട്. 2 രീതിയിലാണ് ഉള്ളത്, 2 എണ്ണം. അങ്ങനെ നമ്മുടെ ഡബിളിൻ്റെ ടൈപ്പ് സ്പാനറാണ് എടുത്തത്. ഡബിളിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷൻ കാണിച്ചതുപോലെ തന്നെ 6 തൊട്ട് പിന്നെ ഒരു 32 സംതിങ് 32 വരെ ഉണ്ട്. അതാണ് 32 വരെ ഉണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ റിങ്സാണ്. ഇതെല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ ബോർഡിനകത്ത് അടിച്ച് തൂക്കി കറക്റ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് പിന്നെ അളിയന് കുറച്ച് സമയത്തിൻ്റെ ഒരു ഇത് കാരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. നമ്മൾ കറക്റ്റ് അത് പ്രോപ്പറായിട്ട് ബോർഡടിച്ച് സെറ്റ് ചെയ്യാൻ ഉള്ള പ്ലാനാണ് അടുത്തത്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ടീ ആണ്. ടീയും അതുപോലെ തന്നെ 6 തൊട്ട് ഏകദേശം 15 വരെയുള്ള ടീ ഉണ്ട്. 14 വരെയുള്ള ടീകളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവേഴ്സ്, ഇത് ബിഗ് മാനസ് ആണ് ഏറ്റവും വലിയത്. പിന്നെ മെയിൻ കപ്ലറും കാര്യങ്ങളൊക്കെ ഇളക്കാൻ വേണ്ടിയുള്ളതാണ് കണക്ടറാണ് ഇതിന് പറയുന്ന കണക്ടർ. ചെറിയൊരു കണക്ടറാണ് ഇത്. മെക്കുണി എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ചെറിയ അകത്തോട്ടുള്ള സ്റ്റാറൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഇത് ഇച്ചിരി നീളത്തിലുള്ള കണക്ടറാണ്, നല്ല നീളമുണ്ട് കണക്ടറിന്. പിന്നെ അടുത്തത് നമ്മുടെ റാച്ചറ്റ് ബോക്സും പിന്നെ എക്സ്റ്റൻഷൻ 10ൻ്റെ ഉണ്ട്, 5ൻ്റെ ഉണ്ട്. പിന്നെ UJ അവിടെ റാച്ചറ്റ്
റാച്ചിറ്റ് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ ബോക്സിനും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കണക്ട് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ബാക്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് കയറ്റേണ്ടത്. എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അതും പിടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്താണ്ട് തറയിൽ വീണ് പോയി. അത് പ്രസ് ചെയ്ത് ലോക്കായിട്ട് നമ്മളൊന്ന് കറങ്ങുമ്പോൾ കറങ്ങും. ഒരു സൈഡിലോട്ടേ കറങ്ങത്തുള്ളൂ. ഒരു സൈഡിൽ ലോക്ക് ചെയ്ത് അടുത്തത് ലോക്ക് ചെയ്ത് അങ്ങനെയുണ്ട് ഇടത്തോട്ട് ഇറങ്ങും. അന്നേരം ഇടത്തോട്ട് മുറുക്കാൻ പറ്റുന്നത്. അങ്ങനെ അതാണ് അതിൻ്റെ പർപ്പസ്. അങ്ങനെ ഈ ടൂളിനകത്തുള്ളത് 8 തൊട്ടുള്ള ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 തൊട്ടുള്ള ബോൾട്ടും ഞെട്ടുകളും നമുക്ക് അഴിക്കാൻ പറ്റും. 8 to 32 വരെയുള്ള ബോക്സുകളാണുള്ളത് ഇതിനകത്ത്, ഈ ടൂൾ ബോക്സിനകത്ത് വരുന്നത്. ഇതെന്ന് വെച്ചാൽ അലങ്കി ടൈപ്പുള്ള ബോൾട്ടുകൾ അഴിക്കാൻ പറ്റുന്നതാണ്. ഇത്തരം ആ 2 സൈഡ് തന്നെ 2 നീളമുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള എൻഡുണ്ട്. അത് വേറൊരു ടൈപ്പ്, ഏറ്റവും ചെറുത് ഇങ്ങനത്തെ ഉള്ളത്. ഇപ്പം കൂടുതലായിട്ടും മെയിനായിട്ടുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടറിലും ഇപ്പം ഇറങ്ങുന്ന വണ്ടികളിലും കൂടുതലായിട്ട് പുറമേ കാണുന്നത് കൂടുതലും അലങ്കി ബോൾട്ടുകളും അങ്ങനെയൊക്കെയുള്ള ബോൾട്ടുകളാണ് കാണുന്നത്. ബൈക്കിനകത്തും സ്കൂട്ടിക്കകത്തും അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ. പിന്നെ ഇത് നോസ് പ്ലെയർ, ഇത് മങ്കി പ്ലെയർ, പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കത്. അത് പിന്നെ വയർ കട്ടർ, അത് ഭയങ്കര ടെമ്പറുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് സർക്കിൾ പ്ലെയർ, അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതാണ്, ഒരു വാഷർ ടൈപ്പ് ഒരു ക്ലിപ്പ് അടിക്കാൻ വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ടൂളാണ്. അത് എക്സ്പാൻഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ടൂളും ഡയറക്ഷൻ പല രീതിയിലുള്ള ഇതാണ്. അത് 2 ടൈപ്പുണ്ട്. അത് ആ ക്ലിപ്പ് ഊരാനും ഇടാനും വേണ്ടിയുള്ള ടൂളാണ്. പിന്നെ ഇത് ക്ലച്ച് പുള്ളറാണത്, ലോക്ക് ചെയ്യുന്ന ക്ലച്ച്, എൻജിൻ പണിയുടെ സമയത്ത് ക്ലച്ച് ലോക്ക് ചെയ്യുന്ന എൻജിൻ പുള്ളർ. ഇത് റബ്ബർ ഹാമറാണിത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ ഹാമർ. പിന്നെ നോർമൽ നമ്മുടെ ഹാമർ, നല്ല ഗ്രിപ്പുള്ള നല്ലൊരു ഹാമർ. പിന്നെ ഇത് വരുന്നതൊരു പഞ്ചാണ്. ഇത് നമ്മുടെ പല വണ്ടികളിലും ബോൾട്ടും ഞെട്ടുകളും ലൂസ് ചെയ്യാൻ പറ്റത്തില്ല ചിലതൊന്നും. അന്നേരം അത് തട്ടി ചെത്തി അടിച്ച് ഊരി മാറ്റുന്നത്. ഇത് ഫ്ലവർ അലങ്കിയാണിത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കളറും ഒരു ഗോൾഡൻ യെല്ലോ ഫിനിഷുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെ അത് കൊള്ളാം. അതിൻ്റെ ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രസമുണ്ട്. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ ഓയിൽസാണ്. എൻജിൻ ഓയിൽസ് 2 ടൈപ്പാണ് ഇത് വന്നേക്കുന്നത്. ഒന്ന് എയർ ലൂബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ഇത് ഗ്രേഡ് വരുന്നത് 20W40 ആണ് വരുന്നത്. അതിൻ്റെ വിലയാണ് ഈ കാണുന്നത്. പിന്നെ വേറെ ബോട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂട്ടി അങ്ങനത്തെ ഉള്ള വണ്ടികൾക്ക് ഉള്ളൊരു ഓയിലാണ്. അത് 10W30 വരുന്ന ഓയിലാണത്. ഇതൊരു പൈപ്പാണ്. ഇത് ഒരു ഷോക്കിൻ്റെ ഇതൊരു സ്റ്റഡിൻ്റെ ഒരു പൈപ്പാണ്. ഇത് ലിവറേജൊക്കെ കിട്ടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഗ്രൈൻഡർ ഗ്രൈൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ. ഇതിപ്പം കട്ടിങ് ഗ്രൈൻഡറാണ് കിടക്കുന്നത്. പിന്നാണ് ഇത് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് നല്ല ടോർക്കോടെ അഴിക്കാൻ പറ്റുന്ന, ഞെട്ടും ബോൾട്ടൊക്കെ അഴിക്കാൻ പറ്റുന്ന ഒരു നല്ല മിഷ്യനാണ്. ഇത് വേറൊരു വർക്ക്ഷോപ്പിലുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് മേടിച്ചത്. നല്ല
ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. 3 വർഷമായിട്ട് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു കുഴപ്പമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. അന്നേരം ആ ഒരു ഇതിൽ നമ്മൾ ഈ മെഷീൻ എടുത്തത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതും ഒരു സ്പെഷ്യൽ ടൂളാണ്. ഇതും ഒരു പുള്ളറാണ് ഇത് സംഭവം. ക്ലച്ച് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അഴിക്കാൻ വേണ്ടി, ക്ലച്ചും കേസും ഒക്കെ അഴിക്കാൻ വേണ്ടിയുള്ള ഒരു പുള്ളറാണ്, സ്പെഷ്യൽ ടൂളാണ്. പിന്നെ അതിനകത്ത് തന്നെ വേറെ ഉണ്ട്. അതും ഓരോ പല വണ്ടികൾക്കും പല ടൈപ്പായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതും ക്ലച്ച് ലോക്ക് ചെയ്യുന്ന ഇതാണ് ഉള്ളത്. ക്ലച്ചിൻ്റെ മെയിൻ ബോൾട്ട് വരും. മെയിൻ ബോൾട്ട് ക്ലച്ച് ലോക്ക് ചെയ്തിട്ട് മെയിൻ ബോൾട്ട് ഊരാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ടൂളാണ്. അന്നേരം പലതിനും പല ടൈപ്പ് വരും. അത് പിന്നെ ലെഗുകൾ ഇതിന് 4 മറ്റേതിന് 6 ആയിരുന്നു ലെഗിൻ്റെ എണ്ണം വരുന്നത്. ഇത് പിന്നെ ഹോളിടുന്ന ഹോൾ ബിറ്റ് വരുന്ന ഗണ്ണാണത്. പിന്നെ ബിറ്റും കൂടെ വരും അതിനകത്ത്. ബിറ്റില്ല, ഗണ്ണ് മാത്രമേ ഉള്ളത്. ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നതിന് അതാണ് സംഭവം. അത് അതും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പുള്ളറാണത്. എന്നിട്ട് ഇത് കാണണം. ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു മെഷറിങ് കപ്പാണ് ഈ വരുന്നത്. ഇതിനകത്തിപ്പം വെള്ളമായത് വെച്ചേക്കുന്നത് അടുത്ത ആവശ്യത്തിന് വേണ്ടി. ഇത് 1 ലിറ്ററിൻ്റെ ഒരു മെഷറിങ് കപ്പായെന്ന് വെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് ഓയിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് അളന്ന് വണ്ടിക്കകത്തോട്ട് എഞ്ചിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. പിന്നെ പല രീതിയിലൊരു ഫണലുണ്ട്. ഇത് സ്കൂട്ടി അങ്ങനത്തെ ഉള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി ഇടുങ്ങിയ സ്ഥലത്തായിട്ടാണ് ഈ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള മൗത്തിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു. പിന്നെ ഇതും മെഷറിങ് കപ്പാണിത്. മെഷർ ചെയ്യുന്ന ഉണ്ട്. 20 ml 200 ml എല്ലിൻ്റെ കപ്പാണ് അത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഓയിൽ ക്യാന്, 2 ടൈപ്പ് ഓയിൽ ക്യാനാണ് വരുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഇവനാണ് നമ്മുടെ മെക്കാനിക്സിൻ്റെ ഒരു മെയിൻ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ. ഇവനാണ് നമ്മൾ പല നട്ടുകളും ബോൾട്ടുകളും അഴിക്കുന്നതാണ്. അന്നേരം പല എടുത്തും കൈയിട്ടാണ് കൈ കയറ്റാൻ പറ്റാത്ത എടുത്താണ് ഇപ്പം ചില ബോൾട്ടുകളും ഞെട്ടുകളും അഴിക്കാൻ പറ്റുന്നത്. ഇത് അഥവാ പോയാൽ ഇതാണ്ട ഇങ്ങനെ മാഗ്നറ്റിക് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലെക്സുകളെന്ന് പറയുന്നൊരു ടൂളാണ്. ഇത് വെച്ച് നമുക്ക് അങ്ങനെ ഇടയ്ക്ക് കിടക്കുന്ന ഞെട്ടുകളും ബോൾട്ടുകളും ഒക്കെ ഊരിപ്പോയ ഞെട്ടുകളും ബോൾട്ടുകളും ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ടൂളാണ്. വളരെ ഫ്ലെക്സിബിളാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് വിളക്ക് കത്തിക്കുന്ന സൈഡ്. എൻ്റെ അടുത്ത് ഒരു ബ്ലൂടൂത്ത് എടുത്ത് അത് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി കളിക്കാൻ വെച്ചതാണ്. അത് അവിടത്തേക്കായിട്ട്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത 2ാമത്തെ റൂമാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂം. വണ്ടികളൊക്കെ വെച്ച് വയ്ക്കാനൊക്കെ അത്യാവശ്യം ഏരിയയുള്ള ഒരു 3-4 വണ്ടികൾ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ്. ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ അളിയൻ്റെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ബോർഡ് വെച്ചേക്കുന്നത് ഇവിടെ ഒരു ബോർഡുണ്ട്, അവിടെ ഒരു ബോർഡ്. അങ്ങനെ അളിയൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കാര്യങ്ങളൊക്കെ ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. റൊട്ടീൻ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ ആൻഡ് റിപ്പയറിംഗ് സർവീസ്, കസ്റ്റമർ സർവീസ് ആൻഡ് ഫോളോ അപ്പ് ഹോം സർവീസും അവൈലബിൾ ആണ്. നിങ്ങളുടെ വണ്ടികൾക്ക് വേറെ മേജറായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുക. പ്രീ ബുക്കിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കോൺടാക്ട്സും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ ഇതിനകത്തുനിന്ന് നോക്കിയെടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഇൻകേസ് ടൂൾസിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ആളിനെ വിളിച്ച് കറക്റ്റ് കാര്യം ചോദിക്കാം. എങ്ങനെ ടൂൾസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറൗണ്ട് ഒരു 35-40 അടുപ്പിച്ചായി ടൂൾസും കാര്യങ്ങളും അറൗണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ മറ്റേ ഫ്ലെക്സിനകത്ത് കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം.
നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മിസ്സാവാണ്ട് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ. അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. ഓക്കെ, ബായ്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.